ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. നമ്മൾ നോക്കുന്ന ഈ കാണുന്ന ലോഗോ എങ്ങനെ നമുക്ക് പിക്സൽ ആപ്പ് വഴി സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോകാം. എന്തായാലും പിക്സൽ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ആ ഷീൽഡ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഷീൽഡ് ആഡ് ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഷീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ട വലുപ്പത്തിലാക്കുക. ഇത്രയും വലുപ്പത്തിലാക്കിയിട്ടുണ്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലോഗോടെ മറ്റേ ക്രിമിനൽ ബണ്ടിലൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ക്രിമിനൽ ബണ്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ ബണ്ടിൽ നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിൽ ആക്കാം. അപ്പോൾ നമ്മളിനി ആവശ്യത്തിന് വലിപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷേപ്സാണ്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആഡ് ചെയ്യാൻ വേണ്ടി ഷേപ്സാണ് വേണ്ടത്. നമ്മൾ ഷേപ്പ് ആവശ്യത്തിന് വലിപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രിമിനൽ ബണ്ടിൻ്റെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഷേപ്പും കൂടെ വേണം. അതിനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചറിയാൻ ഇതുപോലെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ വെക്കുക. കറക്റ്റ് ഷേപ്പിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മുടെ ഷീൽഡിൻ്റെ ആ റോസ് കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഷീൽഡിൻ്റെ റോസ് കളർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി ഈ കളർ തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പ്ലസ് പിടിച്ചാക്കിയിട്ട് കണ്ട മേളിൽ 2 പെൻസിലിൻ്റെ ഐക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പെൻസിലിൻ്റെ ഐക്കണിൽ നോക്കിയിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കാൻ പറ്റും. ആ കളർ നമുക്ക് ഇവിടെ വരും. കണ്ടത് ഈ ഷീൽഡിൻ്റെ കളർ ഇപ്പോൾ കണ്ട അങ്ങനെ നമുക്കിപ്പം ഫിക്സ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നെയിം ഇടാം. അതിൻ്റെ ഇനി നമുക്കിത് നെയിം നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഈ പ്ലസ്സിൽ നോക്കിയിട്ട് ഈ ടാഗ്സ് കൊടുത്താൽ മതി. അപ്പോൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടു വട്ടം വന്ന് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനത്തെ വരും. അപ്പം നമുക്ക് പേരടിച്ചെടുക്കാം. അപ്പോൾ പേരും കാര്യം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വലുപ്പത്തിൽ വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് വേണം. ഫോണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മളിപ്പം ഇതാണ് കൊടുക്കുന്നത്. നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. കളർ ബ്ലാക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇതിങ്ങനെ ആക്കി കൊടുക്കാം. അത് ഇവിടെ ആക്കിയിട്ട് ഇത് കൊടുത്താൽ മതി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യുക. നമ്മുടെ ഇമേജിലോട്ടൊന്ന് സേവ് ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇനി നമുക്ക് ഇതെല്ലാം ഇനി കളയാം. നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ കൊടുക്കാം. നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സേവ് ചെയ്ത ലോഗോ എടുക്കുക. ലോഗോ എടുത്തിട്ട് നമ്മളിതിങ്ങനെ ചരിക്കുക. അത് നല്ല രീതിയിൽ മാക്സിമം വലുതാക്കുക. ഇത്രയും പോലെ മാക്സിമം വലുതാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കുക. ഇനി നമുക്കൊരു മിന്നൽ ഷെയ്ഡും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയാണ് നമ്മൾ ലിങ്കായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും എടുക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ വലുതാക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഓക്കെ, കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലോഗോ ഒന്നും കൂടെ എടുക്കുക. ഇനി അത് നമ്മൾ വലുതാക്കുക. വേണ്ട വലുപ്പത്തിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ മിന്നലിൻ്റെ അത് ഒന്നും കൂടെ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മേളിൽ കൂടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്തൊരു കാണാം.